الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ജർമ്മനിയുടെ വാർഷിക ജൽസക്ക് ഈ ഖുത്ബയോടുകൂടി സമാരംഭം കുറിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജൽസയുടെ ഹാജർ നിലയിൽ ഓരോ വർഷവും വർധനവ് വരാറുണ്ട്. ഈ വർഷവും വർധനവ് ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് ജമാഅത്ത് അംഗങ്ങളെ തുടരെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അഹ്മദികളെല്ലാവരും ഈ ജൽസയിൽ പങ്കെടുക്കേണ്ടതാണ്. ജമാഅത്തിന്റെ അംഗസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് ജൽസയുടെ ഹാജർ നിലയും വർദ്ധിക്കണം. അല്പം പ്രയാസങ്ങൾ സഹിച്ചും ജനങ്ങൾ ഇതിൽ വരേണ്ടതാണ്. നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾക്ക് ജൽസ സംഘടിപ്പിക്കുവാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുന്നു. പാകിസ്ഥാനിൽ ജൽസകൾ നടത്തുന്നതിന് വിലക്കാണ്. അവിടെയുള്ള അഹ്മദികൾ അസ്വസ്ഥരാകാറുണ്ട്. ഈ വിലക്കുകൾ നീങ്ങിക്കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും ജൽസകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞേനെ എന്നവർ ആശിക്കുന്നു. ജൽസയുടെ ലക്ഷ്യമായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഞങ്ങൾക്കും കരസ്ഥമാക്കാൻ കഴിഞ്ഞേനെ. ജൽസയിൽ പങ്കെടുക്കുന്നവർക്കായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആക്ക് ഞങ്ങളും അവകാശികളാകുമായേനെ. പാകിസ്ഥാനിൽ നിന്നും ചില അതിഥികൾ ഇവിടെയും വന്നിട്ടുണ്ട്. അവരിലുള്ള സ്ത്രീ പുരുഷന്മാർ ഞാനുമായി മുലാഖാത്ത് നടത്തി. ചിലർ തേങ്ങലടിച്ച് കരയുകയാണ്. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാണ് കരയുന്നത്. അതിനാൽ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ലഭിക്കാനായി പ്രാർത്ഥിച്ചാലും എന്നവർ പറയുന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് പോലെ പാകിസ്ഥാനി അഹ്മദികൾക്ക് ഈ പ്രയാസങ്ങളിൽ നിന്നും വേഗം മോചനം ലഭിക്കണമെങ്കിൽ കൂടുതലായി അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇതിൽ നിന്നും മോചനത്തിനുള്ള വഴികൾ അള്ളാഹു വേഗം തുറക്കുമാറാകട്ടെ. അക്രമികളുടെ അക്രമത്തിൽ നിന്നും എതിരാളികളുടെ എതിർപ്പിൽ നിന്നും അള്ളാഹു ഞങ്ങൾക്ക് മോചനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതെല്ലാം പ്രാർത്ഥന മുഖേനയെ സാധിക്കുകയുള്ളൂ. ഇത് കരസ്ഥമാക്കാൻ മറ്റ് ആയുധമൊന്നും നമ്മുടെ പക്കലില്ല. ഏതായിരുന്നാലും ഇവിടത്തെ വാസികളായ നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അനുഗ്രഹം കരസ്ഥമാക്കാനുള്ള അവസരം അള്ളാഹു നിങ്ങൾക്ക് ഒരുക്കിത്തന്നതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ജൽസകളും എല്ലാ തലത്തിലുമുള്ള ഇജ്തിമാകളും സംഘടിപ്പിക്കുന്നു, യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിനാൽ അള്ളാഹുവിന് ഇവയെല്ലാം ഓർത്ത് നന്ദിയുള്ളവരായി നിങ്ങൾ മാറുക. നന്ദി പ്രകടനം എന്നത് ജൽസയുടെ എല്ലാ പ്രോഗ്രാമുകളും പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ജൽസ ദിനങ്ങളിലും അതിന് ശേഷവും
ഇവിടെ കേട്ട കാര്യങ്ങളും കണ്ട നന്മകളും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ജൽസയുടെ ഉദ്ദേശ്യം പറഞ്ഞത് ക്ഷമയോടെ ദീനിനെ അന്വേഷിക്കുകയും ദീനിനെ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുക എന്നതാണ്. ജൽസയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വരിക, അതായത് അല്പസ്വല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നാലും അത് സഹിക്കുന്നതാണ്. അക്ഷമയുടെ ഒരു വാക്കും ഞങ്ങൾ പറയുന്നതല്ല. ഞങ്ങളോട് അങ്ങനെ പെരുമാറി ഞങ്ങളെ തടഞ്ഞു എന്നൊന്നും ഞങ്ങൾ പറയുന്നതല്ല. പൊതുവിൽ ഇവിടെ ഡ്യൂട്ടി നൽകുന്നവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തങ്ങളുടെ കടമ നിർവഹിക്കാൻ ശ്രമിക്കുന്നവരാണ്. പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇക്കാര്യം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ഷമയോടും സഹനത്തോടും കൂടി അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് അതിഥികളോടുള്ള കടമ നിറവേറ്റുക. അതോടൊപ്പം ജൽസയിൽ പങ്കെടുക്കുന്നവരോട് പറയാനുള്ളത്, ഇവിടെ ജൽസയിൽ വരുന്നതിന്റെ ഉദ്ദേശ്യം ദീൻ പഠിക്കുക എന്നത് മാത്രം ആയിരിക്കണം. ഈ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ ആത്മീയ പുരോഗതിക്കുതകുന്ന ഊർജം കരസ്ഥമാക്കുന്നതിനായിരിക്കണം. ഈ ആത്മീയ പുരോഗതിയിൽ തങ്ങളുടെ സന്താനങ്ങളെയും ഉൾപ്പെടുത്തുക. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ ഹൃദയവേദന എപ്പോഴും ഉൾക്കൊള്ളുക. പറയുന്നു, ഞാൻ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നയനങ്ങളെ പവിത്രമാക്കുക, അവയെ ആത്മീയമായി പ്രകാശപൂരിതമാക്കുക. അത് ബാഹ്യമായ രീതിയിൽ പ്രകാശപൂരിതമായിരിക്കുന്നത് പോലെ പറയുന്നു. മനുഷ്യൻ കാഴ്ചയുള്ളവനാണെന്ന് ശരിക്കും പറയപ്പെടുന്നത് ഉൾക്കാഴ്ച, അതായത് നന്മ തിന്മകളെ തിരിച്ചറിയുന്നതിനുള്ള കഴിവ് ലഭിക്കുമ്പോഴാണ്. അതോടൊപ്പം നന്മയിലേക്ക് അവൻ ചായുകയും ചെയ്യുന്നു. പറയുന്നു, മോക്ഷം ലഭിക്കുന്നത് ലൗകികമായ ആനന്ദാനുഭൂതിയിൽ നിന്നും മുക്തമാവുകയും മോചനം കരസ്ഥമാക്കുകയും ശുദ്ധ ഹൃദയമുള്ളവർക്കും ആണ്. പറയുന്നു, ഹൃദയം വിനയത്തിന്റെ സുജൂദ് ചെയ്യാത്തതുവരെ ബാഹ്യമായ സുജൂദിൽ പ്രതീക്ഷ വെക്കുന്നത് വ്യാമോഹം മാത്രമാണ്. ബലിമൃഗത്തിന്റെ മാംസം ദൈവത്തിലേക്ക് എത്തില്ല, മറിച്ച് തക്കവയാണ് എത്തുക. അതേപോലെ ബാഹ്യമായ റുക്കുഉം സുജൂദും ഹൃദയത്തിന്റെ റുക്കുഉം സുജൂദും നൃത്തവും ഇല്ലാത്തതുവരെ വ്യർത്ഥമാണ്. പറഞ്ഞു, ഹൃദയത്തിന്റെ നിൽപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ്. റുക്കൂ എന്നാൽ അവനിലേക്ക് ചായുക, സുജൂദ് എന്നാൽ അള്ളാഹുവിന് വേണ്ടി തന്റെ അസ്തിത്വം തന്നെ കൈയൊഴിയുക. ആ മഹാത്മാവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അള്ളാഹു എന്റെ ഈ ജമാഅത്തിലുള്ളവരുടെ ഹൃദയം ശുദ്ധമാക്കട്ടെ, തന്റെ കാരുണ്യത്തിന്റെ ഹസ്തം നീട്ടി അവരുടെ ഹൃദയം അവനിലേക്ക് എത്തിരിക്കട്ടെ. ഈ ഹൃദയവികാരമാണ്, ഈ ഹൃദയവേദനയാണ്, ഈ പ്രാർത്ഥനകളാണ് ഹദ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ കർമ്മ സംസ്കരണത്തിനായി പ്രകടിപ്പിച്ചത്. ഈ ജൽസകളുടെ ലക്ഷ്യവും കർമ്മ സംസ്കരണമാണ്. ഈ 3 ദിവസങ്ങളിൽ നമ്മുടെ കർമ്മ സംസ്കരണത്തിനായി നമ്മുടെ ആത്മപരിശോധന നടത്താനും അതിലേക്ക് ശ്രദ്ധിക്കാനും
അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഈ പദവി കരസ്ഥമാകുന്നത് നാം ശ്രദ്ധയോടുകൂടി ഇതിനായി പരിശ്രമിക്കുമ്പോഴാണ്. ആ മഹാത്മാവിന്റെ ഓരോ വചനവും ഓരോ വാക്കും വേദനാനിർഭരവും നമ്മെ പിടിച്ചു കുലുക്കുന്നതുമാണ്. പറയുന്നു, നിങ്ങളുടെ ആത്മീയ നയനങ്ങളെ പ്രകാശപൂരിതമാക്കുക, ഏതുപോലെ നിങ്ങളുടെ ബാഹ്യമായ നേത്രങ്ങൾ പ്രകാശപൂരിതമാണ്. നമ്മുടെ കണ്ണുകൾക്ക് അല്പം അസ്വസ്ഥതയുണ്ടായാൽ നാം പരിഭ്രമിക്കുന്നു, ഡോക്ടറെ പോയി കാണിക്കുന്നു. കണ്ണുകളുടെ അല്പം മങ്ങൽ പോലും നമ്മെ വിഷമിപ്പിക്കുന്നു. ഇതിനായി വളരെ പ്രയാസപ്പെടുന്നു. നമ്മുടെ കാഴ്ചക്ക് ദോഷകരമായി ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും കണ്ണിനെ നാം സംരക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള പ്രയത്നം നമ്മുടെ ആത്മീയ കണ്ണുകളുടെ കാഴ്ചക്കായും അതിനെ ആരോഗ്യമുള്ളതാക്കി വെക്കുന്നതിനായും നാം ചെയ്യുന്നുണ്ടോ? ഈ 3 ദിവസങ്ങളിൽ നാം ഇതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിനു ശേഷം നാം നമ്മുടെ ആത്മീയതയ്ക്ക് ക്ഷതമേൽക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നു, അതിൽ മുഴുകുന്നു. അതിനാൽ ആത്മീയ നയനങ്ങളുടെ പ്രകാശം അല്പം ദിവസത്തേക്ക് പോരാ. അതിന്റെ പ്രകാശത്തെ നിലനിർത്താനായുള്ള ഒരു ചികിത്സയാണ് ഈ 3 ദിവസം ചെയ്യുന്നത്. ഈ ചികിത്സക്ക് ശേഷം നാം സൂക്ഷിക്കുന്നില്ലെങ്കിൽ ആത്മീയ കണ്ണിന്റെ കാഴ്ചക്ക് മങ്ങലേൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, യഥാർത്ഥ കാഴ്ചയുള്ളവൻ നന്മ തിന്മകളെ തിരിച്ചറിയുന്നവനാണ്. തിരിച്ചറിവ് ലഭിച്ചാൽ നന്മയിലേക്ക് ചായുകയും ചെയ്യുന്നവനാണ്. അള്ളാഹു കൽപ്പിച്ച നന്മകൾ അവനിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഈ നന്മകളിൽ ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കലാണ്, മറ്റൊന്ന് ദൈവ സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റലാണ്. ഒരു കടമയെക്കുറിച്ച് ഞാൻ പറയാം. ഇത് വേണ്ട രീതിയിൽ നിർവഹിക്കാത്തത് കാരണം ജമാഅത്തിൽ അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരികയാണ്. ഇത് നിർവഹിക്കാത്തത് കാരണം വീടുകളിൽ അസ്വസ്ഥത പരത്തിയെന്ന് മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നും മറ്റ് നാടുകളിൽ നിന്നും വിവാഹിതരായി ഇവിടെ വരുന്ന പല പെൺകുട്ടികളും ഇതുകാരണം പ്രയാസപ്പെടുന്നു. അവരുടെ വീട്ടിൽ നിന്നുള്ള അകൽച്ച തന്നെ അവരെ വിഷമിപ്പിക്കുന്നു. പാകിസ്ഥാനിലെ ഇവരുടെ മാതാപിതാക്കൾ കുട്ടികളുടെ അസ്വസ്ഥത കാരണം അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. ആൺകുട്ടികളിൽ നിന്നും ചില അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പെൺകുട്ടികളും പെൺകുട്ടികളുടെ മാതാപിതാക്കളും അതിക്രമം പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിൽ മാതാപിതാക്കളുടെ പങ്കാണ് വളരെ കൂടുതലായി കാണുന്നത്. എന്നാൽ പുരുഷൻ എന്ന നിലയിൽ അവരുടെ നഷ്ടങ്ങളെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. അത് പ്രയാസപ്പെട്ടാണെങ്കിലും ശരി, അവന്റെ സമയം എങ്ങനെയോ അവൻ തള്ളി നീക്കുന്നു. എന്നാൽ സ്ത്രീകൾക്ക് സമൂഹത്തിന്റെ നോട്ടം വരെ വേദനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ അവരുടെ മാതാപിതാക്കൾ ഇവരെ ഓർത്ത് വളരെയധികം മറുനാട്ടിൽ വിഷമിക്കുകയും ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ട് യാതൊരു കാരണവും കൂടാതെ തങ്ങളുടെ വ്യക്തിപരമായ അഹന്ത കാരണം അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവർ ആരാണെങ്കിലും അവർ അള്ളാഹുവിനെ ഭയപ്പെടണം. ചിലപ്പോൾ ഭാരവാഹികളും ദൈവത്തെ ഭയക്കാറില്ല. തെറ്റായ രീതിയിൽ പക്ഷം ചേർന്ന്
ഈ അക്രമത്തിൽ അവർ കൂട്ടുനിൽക്കുന്നു. അതിനാൽ ഓരോരുത്തരും ദൈവത്തെ ഭയന്നുകൊണ്ട് തങ്ങളുടെ ആത്മീയ രോഗത്തെ തടയാനായി ശ്രമിക്കേണ്ടതാണ്. പറഞ്ഞു, മോക്ഷം ലഭിക്കുന്നത് ഭൗതിക ആനന്ദത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും മോചനം നേടുകയും വിശുദ്ധ ഹൃദയം ഉള്ളവർക്കുമാണ്. അതിനാൽ ഈ വേദന തിങ്ങുന്ന വാക്കുകളിൽ ചിന്തിക്കുക. നമ്മുടെ ഹൃദയം ലൗകിക ചിന്തകളിൽ നിന്നും മുക്തമാണോ? എല്ലാത്തരം തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണോ നാം? എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുന്നവരാണോ? നമ്മുടെ സ്വകാര്യതകളെ ആരെങ്കിലും അറിഞ്ഞാലും ഇല്ലെങ്കിലും നാം ചെയ്യുന്നത് മറ്റുള്ളവർ അറിയുകയോ അറിയാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ അള്ളാഹുവിനെ സർവ്വതും കാണുന്നവനും എല്ലായിടത്തും ഉള്ളവനുമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് നാം നമ്മെ എല്ലാത്തരം തിന്മകളിൽ നിന്നും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നമ്മെ പാപമുക്തരാക്കാനായി പരിശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുന്നതിലും അവന്റെ സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിലും നിഷ്കളങ്കമാണോ? ചുരുങ്ങിയ പക്ഷം അതിനെ പരിശുദ്ധമാക്കുന്നതിന് വേണ്ടി കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഈ പരിശ്രമത്തോടൊപ്പം അള്ളാഹുവിന്റെ സഹായവും തേടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമാണ്. നമ്മുടെ സുജൂദുകൾ വിനയം ഉൾക്കൊള്ളുന്ന സജൂദുകളാണോ? വിനയം ഉൾക്കൊള്ളുന്ന സുജൂദ് എന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കാനായി നമ്മുടെ മുഴുവൻ കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനായി പരിശ്രമിച്ചതിന് ശേഷം അള്ളാഹുവിനോട് അവന്റെ സഹായം തേടുന്നതിനായി പരിശ്രമിക്കലാണ്. അത് അള്ളാഹുവിന്റെ സമക്ഷം സ്വീകരിക്കപ്പെടുന്നതാണ്. ബാഹ്യമായ സുജൂദിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: ഫവൈലുൽ ലിൽ മുസല്ലീൻ, ബാഹ്യമായി കാണിക്കാനായി സുജൂദ് ചെയ്യുന്നവർക്ക് നാശം. നമ്മിൽ ആരും തന്നെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി നാശത്തിൽ പതിക്കുന്നവരായി മാറാതിരിക്കട്ടെ. അള്ളാഹു സ്വയാശ്രയനാണ്. എപ്പോഴും അവനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹുവിന് ഇഷ്ടമാകുന്ന റുകൂഉം സുജൂദും നാം ചെയ്യേണ്ടതാണ്. അതിന്റെ മാതൃക സ്ഥാപിക്കാനായാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗതരായിട്ടുള്ളത്. ഖിയാമും റുകൂഉം സുജൂദും എന്താണ് എന്ന് ആ മഹാത്മാ വിശദീകരിക്കുകയും ചെയ്തു. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറയുന്നു. ഹൃദയത്തിന്റെ ഖിയാം, നിൽക്കൽ എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ അടിയുറച്ചു നിൽക്കുമ്പോഴാണ് ഹൃദയത്തിന്റെ ഖിയാം ആകുന്നത്. ഏതെല്ലാമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ? അവ വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുള്ളതാണ്. നിലനിൽക്കുക എന്നാൽ അത് ഒരിക്കലും വിടാത്ത രീതിയിൽ മുറുകെ പിടിക്കുക. സ്വയം വീഴുകയും അരുത്, തന്നിൽ നിന്നും അത് അകന്നു പോവുകയും അരുത്. അവന്റെ സഹായം ഒരിക്കലും ഇല്ലാതാകരുത്. അതിനെ നിസ്സാരമായി കാണുകയും അരുത്. ഹൃദയത്തിന്റെ റുക്ക് എന്നത് എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുക എന്നതാണ്. ലോകത്തിൽ ഒരു മാർഗവും ഒരു വഴിയും തന്നെ ഇത് മുഖേനയാണ് നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്നതാകരുത്. ഹൃദയത്തിന്റെ സുജൂദ് എന്താണ്? ഹൃദയത്തിന്റെ സുജൂദ് തന്റെ അസ്തിത്വത്തെ തന്നെ കൈവെടിയുക എന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി തന്നെ സർവ്വതും ത്യാഗം ചെയ്യുക, തന്റെ വികാരങ്ങളെ ത്യജിക്കുക, തങ്ങളുടെ ബന്ധുക്കളെ ത്യാഗം ചെയ്യുക, ബന്ധങ്ങളെ ത്യജിക്കുക,
തങ്ങളുടെ അഹന്തയെ ത്യജിക്കുക, की कुर्बानी दो। തങ്ങളുടെ വികാരങ്ങളെ ത്യജിക്കുക, ദുരഭിമാനങ്ങളെ ത്യജിക്കുക. गैरतों की कुर्बानी दो, നിങ്ങൾ അഭിമാനമായി കരുതുന്നതിനെ വിടുക. यानी वो बातें കാരണം ഈ അഭിമാനം ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ്. അതിനെ ത്യജിക്കേണ്ടതായി വരും. അഭിമാനം പ്രകടിപ്പിക്കേണ്ടത് ദീനിനു വേണ്ടിയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരിൽ ആരെങ്കിലും വല്ലതും ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ അവിടെയാണ് നാം നമ്മുടെ അഭിമാനം പ്രകടിപ്പിക്കേണ്ടത്. ചുരുക്കത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും തന്നെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നതായി തീരട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതായി തീരട്ടെ. जो हमारे दिलों को पाक करने वाली। ചുരുങ്ങിയ പക്ഷം പരിശ്രമിക്കുകയെങ്കിലും ചെയ്യണം. പറയുന്നു, ഞാൻ എന്റെ ജമാഅത്തിൽ നിന്നും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അള്ളാഹു തന്റെ കാരുണ്യത്തിന്റെ ഹസ്തം നീട്ടിക്കൊണ്ട് അവരുടെ ഹൃദയം തന്നിലേക്ക് അടുപ്പിക്കട്ടെ. പറഞ്ഞു, ഈ അവസ്ഥ കൈവരിക്കുവാനായി आपने फरमाया പ്രയത്നിക്കാത്തവർക്ക് ഞാനുമായി ബന്ധമില്ല. कोशिश नहीं करते, നമ്മളിൽ ആരും തന്നെ मेरे साथ ताल्लुक ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധം വിച്ഛേദിക്കുന്നവരായി ഉണ്ടാകാതിരിക്കട്ടെ. उन लोगों में शामिल हो जो हज़रत മറിച്ച് से अपना ताल्लुक ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധം സുദൃഢമാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരായി നാം മാറട്ടെ. അതിനാൽ ജൽസയിൽ വരുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദിനങ്ങളിൽ ഒരാത്മപരിശോധന നടത്തുക. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ആ സ്ഥാനം കരസ്ഥമാക്കാനായി ശ്രമിക്കുന്നവർ നമ്മിൽ എത്ര പേരുണ്ടെന്ന് നോക്കുക. जो हज़रत मसीह मौऊद अलैहिस्सलाम അള്ളാഹുവിനോടുള്ള जलसे के दिनों में കടപ്പാടും സൃഷ്ടികളോടുള്ള കടപ്പാടും നിർവഹിക്കുവാനുള്ള പ്രായോഗിക അവസരം നമുക്ക് ജൽസയുടെ ദിനങ്ങളിൽ അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഈ പ്രായോഗിക പ്രവർത്തനത്തെ हो सकते हैं। ജീവിതത്തിന്റെ ഭാഗമാക്കി നാം മാറ്റണം. इजहारों को जिंदगी का मुस्तकिल हिस्सा बनाने की कोशिश हो। ഇൻഷാ അല്ലാഹു തആല ഈ മാസത്തിന്റെ അവസാനം റമദാൻ अल्लाह ताला इस महीने के आखिर में रमजान തുടങ്ങുകയാണ്. അത് നമ്മുടെ കർമ്മ സംസ്കരണത്തിന്റെ മാസമാണ്. ഈ ദിനങ്ങളിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ റമദാനിലെ മഹത്തായ അനുഗ്രഹവുമായി നാം ബന്ധിപ്പിക്കുകയാണെങ്കിൽ मुबारक की अजीम बरकत ഒരു ആത്മീയ വിപ്ലവം നമ്മിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. एक रूहानी इनकलाब, ഈ നിയത്തോടുകൂടി ജൽസയിൽ വന്നിട്ടില്ലെങ്കിൽ, और अगर इस ഈ നാളുകൾ മാറ്റമുണ്ടാക്കുന്ന നാളുകളാക്കി മാറ്റുന്നില്ലെങ്കിൽ, അതിനായി പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ, ഈ ജൽസയിൽ വരുന്നതും इनके लिए कोशिश न വരാതിരിക്കുന്നതും ഒരുപോലെയാണ്. पर आना ना आना एक ചിലപ്പോൾ ഇത് നഷ്ടത്തിന് തന്നെ കാരണമായേക്കാം. बल्कि बाद ഈ ഒരു ജനക്കൂട്ടം नुकसान का बायस ही बन जाता മാർഗഭ്രംശത്തിനും കാരണമായേക്കാം. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ ഒരു സംഭവം വിവരിക്കാറുണ്ട്. ഒരു വ്യക്തിയുടെ है। क्या बयान करते थे ദുർഭാഗ്യം കാരണം അയാൾക്ക് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹവാസത്തിൽ നിന്നും ഒരു ഗുണവും ലഭിച്ചില്ല. മാത്രമല്ല അയാളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിനും അത് കാരണമാവുകയുണ്ടായി. ईमान ज़ाया कर കാരണം അയാളുടെ അഹന്തയും നന്മയുടെ പ്രകടനവും അയാൾക്ക് തടസ്സമായി വന്നു. का इजहार സംഭവം ഇപ്രകാരമാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിനും അതിൽ നിന്നും പ്രയോജനമെടുക്കുന്നതിനും തങ്ങളുടെ ആത്മീയതയെ വർദ്ധിപ്പിക്കാനും അതിന്റെ ദാഹം ശമിപ്പിക്കാനും വേണ്ടി ജനങ്ങൾ അദ്ദേഹത്തിന്റെ तस्कीन करें। സമീപത്ത് ഇരിക്കാനാണ് കൂടുതലും ശ്രമിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു സദസ്സിൽ ഒരാൾ വന്നു. അദ്ദേഹം മസ്ജിദിൽ വന്ന് സുന്നത്ത് നമസ്കരിക്കാൻ തുടങ്ങി. പള്ളിയുടെ तो पढ़नी शुरू कर दी। നടുവിൽ നിന്ന് തന്നെ നമസ്കരിക്കാൻ തുടങ്ങി. വളരെ നീണ്ട സുന്നത്താണ് നമസ്കരിച്ചുകൊണ്ടിരുന്നത്. ഇത് കാരണം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചുറ്റും അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്
അടുത്തെത്താൻ കഴിയാതെ അസ്വസ്ഥരായി. മറ്റു വശങ്ങളിൽ നിന്നും വന്നവർ അടുത്ത് ഇരിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ പള്ളിയിലുള്ളവരും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീങ്ങി തുടങ്ങി. ചിലർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആരുടെയോ കൈമുട്ട് ഈ സുന്നത്ത് നമസ്കരിക്കുന്ന വ്യക്തിക്ക് കൊണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല നബിയും മസീഹ് മൗദുമാണ്. ഇവിടെയുള്ളവർ നമസ്കരിക്കുന്നവരെ ഇടിക്കുന്നവരാണ്. ദേഷ്യപ്പെട്ട് മുർത്തദ്ദായി അവിടം വിട്ടു. ഇത് അയാളുടെ ദൗർഭാഗ്യമായിരുന്നു. ജനങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ആ മജ്ലിസ്, വിശ്വാസത്തിന് പുരോഗതി നൽകിയിരുന്ന ആ സദസ് അയാൾക്ക് വഴികേടിന് കാരണമാവുകയാണുണ്ടായത്. അയാളുടെ റുക്ഉം സുജൂദും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ സംഭവം കാണിക്കുകയുണ്ടായി. അള്ളാഹു അയച്ചവന്റെ സദസ്സിൽ ആത്മീയമായ പുതുപുത്തൻ വിഭവങ്ങൾ വിളമ്പുന്ന സദസ്സാണ്. അത് വിട്ട് തന്റെ നമസ്കാരം കാണിക്കുന്നതിനാണ് ഇയാൾ ഒരുങ്ങിയത്. ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സുകൾ ഇപ്പോഴില്ല എന്നത് ശരി തന്നെ. എന്നാൽ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ പറയപ്പെടുന്ന സദസ്സുകളാണുള്ളത്. വിശുദ്ധ ഖുർആന്റെ തഫ്സീർ ഇവിടെ വിവരിക്കപ്പെടുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷണ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. നിശ്ചിത പ്രോഗ്രാമുകൾ ഉണ്ടാകുന്നു. നമസ്കാരങ്ങളും തഹജ്ജുദുമെല്ലാം ഉണ്ട്. എല്ലാം കൃത്യസമയങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്നു. ഓരോ പ്രോഗ്രാമിലും എല്ലാവരും കൃത്യസമയത്ത് പങ്കാളികളാകേണ്ടതാണ്. അതിൽ നിന്നും ഫലമെടുക്കുകയും ചെയ്യേണ്ടതാണ്. നമസ്കാരം നിശ്ചിത സമയത്ത് അനുഷ്ഠിക്കാൻ കഴിയാതെ വന്നെങ്കിൽ തന്നെ ഒരു വശം ചേർന്നുകൊണ്ട് നമസ്കരിക്കേണ്ടതാണ്. നിങ്ങളുടെ ശേഷിച്ച നമസ്കാരം അനുഷ്ഠിക്കാൻ കഴിയാതിരിക്കരുത്. അതോടൊപ്പം മറ്റുള്ളവർക്ക് ഇരിക്കാൻ പ്രയാസം ഉണ്ടാവുകയും അരുത്. അങ്ങനെ അവർക്ക് സുഖമായി ഈ ജൽസയുടെ പരിപാടികൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഓർക്കുക, സൽപ്രവൃത്തി എന്നാൽ സമയവും സന്ദർഭവും നോക്കി ചെയ്യുന്ന പ്രവൃത്തിയാണ്. തെറ്റായ സന്ദർഭത്തിൽ ചെയ്യുന്ന പ്രവൃത്തി തെറ്റായ പ്രതിഫലം കാരണം വിശ്വാസത്തിന് ക്ഷതമേൽപ്പിക്കുന്നതായി മാറിയേക്കാം. തന്റെ നമസ്കാരത്തെ ചുരുക്കി അത് നിർവഹിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇരുന്നിരുന്നുവെങ്കിൽ ഈ പ്രവൃത്തി സ്വാലിഹായ ഒരു പ്രവൃത്തിയായി മാറുമായിരുന്നു. ഈമാൻ നഷ്ടപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇതിൽ നിന്നും മറ്റൊരു പാഠം ലഭിക്കുന്നത് ക്ഷമയും സഹനവും വിശ്വാസം നഷ്ടപ്പെടുന്നതിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു എന്നാണ്. ഈ ദിനങ്ങളിൽ വന്ന് നിങ്ങൾക്ക് വല്ല പ്രയാസവും അതിൽ നിന്നെങ്കിലും നേരിടേണ്ടി വന്നെങ്കിൽ തന്നെ ഒരു മുട്ട് കൈ കൊള്ളുക എന്ന പ്രയാസം മാത്രമല്ല, അതിനേക്കാളും വലിയ പ്രയാസം നേരിടേണ്ടി വന്നാലും ക്ഷമയോടും സഹനത്തോടും വർത്തിക്കുക. ഏതൊരു ലക്ഷ്യം കരസ്ഥമാക്കാനാണോ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുക. ജൽസകളിൽ ചിലപ്പോൾ സഹനമില്ലാത്തത് കാരണം പരസ്പരം കാഠിന്യത്തോടെ പെരുമാറിപ്പോകുന്നു. തമ്മിൽ അടിപിടി വരെ ഉണ്ടായേക്കാം. അത് കാരണം തമ്മിലടിച്ചവർക്കെതിരെ നടപടിയെടുക്കേണ്ടതായി വരുന്നു. ചിലപ്പോൾ ഇതും അവർക്ക് കൂടുതൽ വഴികേടിന് കാരണമാകുന്നു. കാരണം അവരുടെ അഹന്ത മുന്നിൽ വരുന്നു, വിശ്വാസവും നഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ജൽസ അനുഗ്രഹം നൽകുന്നതിന് പകരം അള്ളാഹുവിൽ നിന്നും അകറ്റുന്നതുമായി മാറാം, നമുക്ക് നട്ടം വെക്കുന്നതുമായി മാറാം. ഈമാൻ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായേക്കാം. എന്നാൽ ക്ഷമയും സഹനവും
അതേപോലെ ജൽസയിൽ പങ്കെടുക്കുന്നതിന്റെ യാഥാർത്ഥ ലക്ഷ്യം മുമ്പിൽ ഉണ്ടെങ്കിൽ ഇത് വിശ്വാസവർദ്ധനവിന് കാരണമാകുന്നു എന്ന് മാത്രമല്ല, പലരുടെയും വിശ്വാസവർദ്ധനവിനും അഭിവൃദ്ധിക്കും ഇത് കാരണമായി തീരുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ലോകത്ത് എല്ലാ സ്ഥലത്തും ജൽസകൾ നടക്കുന്നുണ്ട്. ജമാഅത്ത് അംഗങ്ങൾ കൂടുതൽ ഉള്ള എത്രയോ നാടുകളിൽ ഈ ജൽസകൾ നടക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്ന വിവിധ ദേശക്കാരും വംശക്കാരുമായിട്ടുള്ളവർ മുഖേന ലോകത്ത് ഹിദായത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മെ അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുന്നവരാക്കി മാറ്റേണ്ടതാണ്. വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന വല്ല ദുർഭകനുമുണ്ടെങ്കിൽ തന്നെ വിശ്വാസം കരസ്ഥമാക്കുന്ന നൂറുകണക്കിന് ആളുകൾ വേറെയുമുണ്ട്. ഇതിനുള്ള ഉദാഹരണങ്ങൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും നമുക്ക് ലഭിക്കുന്നുണ്ട്, ഇന്നും അത് ലഭിക്കുന്നു. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കേൾപ്പിക്കാം. ആയിരക്കണക്കിന് മൈൽ അകലെ ഉള്ളവർക്ക് ഇത് ഹിദായത്തിന് കാരണമായി. അവർ വിശ്വാസത്തിൽ വർധനവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ അധികം പേരും കാലത്തിന്റെ ഖലീഫയെ പോലും കാണാത്തവരാണ്. കണ്ടവർ തന്നെ 10-30 വർഷം മുമ്പാണ് കണ്ടത്. എന്നാൽ ഇവർ ഹിദായത്തിന് കാരണമാകുന്നതെങ്ങനെ? അത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. സെറാലിയോണിലെ ഒരു സംഭവം കൽപ്പിക്കാം. കോട്ട് ലോക്ക് റീജിയനിലെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, കേസ്റ്റ് ചീഫ് ഡമ്മിലെ ചീഫ് ഇമാമും ഡെപ്യൂട്ടി ചീഫ് ഇമാമും ഷെയ്ഖ് ആദമും ജമാഅത്തിന്റെ കഠിന എതിരാളികളായിരുന്നു. നമ്മുടെ ലോക്കൽ മുഅല്ലിം ഷെയ്ഖ് ഇബ്രാഹിം തൂറെ സാഹിബ് ഇദ്ദേഹത്തോട് ജമാഅത്തിന്റെ വിഷയങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. ജൽസ സാലാന സെറാലിയോൺ അടുത്തു വരികയുണ്ടായി. മുഅല്ലിമിനോട് പറഞ്ഞു, ചീഫ് ഇമാമിനെയും ഡെപ്യൂട്ടി ചീഫ് ഇമാമിനെയും ജൽസയിൽ അതിഥികളായി ക്ഷണിക്കണം. ചീഫ് ഇമാം നിഷേധിച്ചു. എന്നാൽ ഡെപ്യൂട്ടി ചീഫ് ഇമാം ഷെയ്ഖ് ആദം സാഹിബ് സ്വീകരിക്കുകയും ചെയ്തു. ജൽസയിൽ വന്നു. ഭൂമിയിലാണ് ജൽസ നടക്കാറുള്ളത്. ഡെപ്യൂട്ടി ചീഫ് ഇമാം ഷെയ്ഖ് ആദം സാഹിബ് പറയുന്നു, ഇത്രയും പണം ചെലവഴിച്ച് എന്തിനാണ് ജനങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ളത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്നാൽ ജൽസയുടെ ആദ്യ ദിവസം ജനങ്ങൾ തഹജ്ജുദ് നമസ്കാരത്തിനായി ഒരുമിച്ച് കൂടിയപ്പോൾ അത് വലിയൊരു ജനക്കൂട്ടമായിരുന്നു. തഹജ്ജുദിൽ വിശുദ്ധ ഖുർആൻ കേട്ടു. ജനങ്ങൾ ദൈവസവിധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കരയുന്നതായി കണ്ടപ്പോൾ എന്റെ ഹൃദയം അലിയാൻ തുടങ്ങി. ഈ അടയാളങ്ങളും ജൽസകൾ ഇவ்விധം ആരാധനയിൽ മുഴുകുന്നതും ഇവർ സത്യവാൻമാരാണെന്ന് നമ്മോട് പറയുന്നു. ഭൗതികരുടെയും വ്യാജന്മാരുമായവരുടെ രീതി ഇങ്ങനെയായിരിക്കില്ല. അവരുടെ ജമാഅത്തല്ലേ ഇത്. മുബല്ലി സാഹിബ് പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് ആദ്യ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ജൽസ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ജമാഅത്തങ്ങളോടും ജമാഅത്തിന്റെ രീതിയോടും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അഹമ്മദിയായി കഴിഞ്ഞിരിക്കുന്നു. എന്റെ എല്ലാ സംശയങ്ങളും തീർന്നിരിക്കുന്നു. അദ്ദേഹം തിരിച്ചുപോയി തന്റെ പ്രദേശത്ത് തബ്ലീഗ് ചെയ്യാൻ തുടങ്ങി. അതായത് അഹമ്മദിയ പ്രസ്ഥാനക്കാർ ഉൾക്കൊണ്ടതും പ്രചരിപ്പിക്കുന്നതുമായതാണ് യഥാർത്ഥ ഇസ്ലാം. അദ്ദേഹത്തിന്റെ ഇമാം അദ്ദേഹത്തോട് പിണങ്ങി അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സത്യം കിട്ടിയിരിക്കുന്നു. ജമാഅത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. സത്യത്തിനോടൊപ്പം നിൽക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പ്രദേശങ്ങളിൽ അദ്ദേഹം മുഖേന പലരും അഹമ്മദിയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഒരു ജൽസ ഒരാളെ അഹമ്മദിയാക്കി. ഇത് മുഖേന നൂറുകണക്കിന് ആളുകൾക്ക് അഹമ്മദിയ സ്വീകരിക്കാനും കാലത്തിന്റെ ഇമാമിനെ സ്വീകരിക്കാനും സാധിക്കുകയുണ്ടായി. ഷെയ്ഖ് ആദം സാഹിബ് ജൽസ കാരണത്താൽ ആണ് അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം തന്റെ പേരിനോടൊപ്പം ഇപ്രകാരം ചേർത്തു, ഷെയ്ഖ് ആദം ജൽസ സാലാന. ചുരുക്കത്തിൽ ജൽസകൾ എത്രയോ ആദമുകളെ സൃഷ്ടിക്കുന്നതാണ്. അള്ളാഹു ഇവരുടെ അവസ്ഥകളിൽ മാറ്റമുണ്ടാക്കി
പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. नई जमीनें അതിനാൽ നാമും ഇവ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മിൽ അധികവും ജന്മന അഹമ്മദികളാണ്. നമ്മുടെ അവസ്ഥ ശരിയാക്കേണ്ടിയിരിക്കുന്നു. പല അസൈലം സീക്കേഴ്സും ഇവിടെയുണ്ട്. ഇവിടെ ഭൗതിക നേട്ടത്തിനാണ് വന്നതെന്ന് ധരിക്കരുത്. ജമാഅത്തിന്റെ എതിർപ്പ് കാരണം പാകിസ്ഥാനിൽ നിന്നും വന്നതാണെങ്കിൽ ജമാഅത്തിന്റെ പ്രതിനിധികളായി ഇവിടെ തങ്ങളുടെ കർത്തവ്യം നിറവേറ്റേണ്ടതാണ്. തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ജമാഅത്തിന്റെ യഥാർത്ഥ അധ്യാപനം പ്രകടിപ്പിക്കുക, ദുന്യാവ് സമ്പാദിക്കുക. എന്നാൽ അതിൽ മുഴുകുന്നതിന് പകരം തങ്ങളുടെ ആത്മീയതയിൽ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ ജൽസയുടെ അനുഗ്രഹങ്ങളാണ് ലോകത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അഹമ്മദിയ ലോകത്ത് നന്മയിൽ മുന്നേറാനുള്ള ഒരു കുതിപ്പ് കാണുന്നു. അതിനാൽ ഈ ഓട്ടത്തിൽ പിന്നിലാകാതിരിക്കാൻ നിങ്ങളും ശ്രമിക്കുക. പണ്ട് പട്ടണങ്ങൾ തമ്മിലായിരുന്നു മത്സരങ്ങൾ നടന്നിരുന്നത്. ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അള്ളാഹു അയച്ചവന്റെ വേദന മനസ്സിലാക്കി തങ്ങളുടെ അവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളോട്, പ്രത്യേകിച്ച് ആതിഥ്യമരുളുന്ന ജോലിയുള്ളവരോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓർക്കുക, ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന് വസ്യ മക്കാനക്ക എന്ന ഇൽഹാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അതിഥികൾ വളരെ കൂടുതലായി അദ്ദേഹത്തിന്റെ പക്കൽ വരാൻ തുടങ്ങുകയും ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആതിഥ്യം അരുളുകയും ചെയ്തിരുന്നു. അതിൽ കൂടുതൽ വർധനവ് വരികയുണ്ടായി. ഈ ഇൽഹാം വാദത്തിന്റെ തുടക്കത്തിലും ഉണ്ടായി, ആദ്യകാലത്തും ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വിവിധ രീതിയിൽ ഇതുണ്ടായിട്ടുണ്ട്. നിന്റെ ഭവനത്തെ വിശാലമാക്കുക എന്ന ഈ ഇൽഹാം അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്കും കൂടിയുള്ള കൽപ്പനയാണ്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നവർക്കും ഈ ഇൽഹാം ബാധകമാണ്. ഭവനങ്ങളിലുള്ള വിശാലത ആതിഥ്യ കാര്യത്തിലും വൈപുല്യം നൽകുന്നതാണ്. ഇവിടെ ജർമ്മനിയിൽ വളരെ വ്യാപ്തി കൈവരിച്ചു വരികയാണ്. പുതിയ മിഷനുകളും മസ്ജിദുകളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആതിഥ്യത്തിലും വർധനവ് ഉണ്ടാകും. അതിനാൽ അള്ളാഹു പറയുന്നു, ജോലി ചെയ്യുന്ന നിങ്ങൾ, വാഗ്ദത്ത മസീനെ അംഗീകരിക്കുന്ന നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പും തുറന്ന മനസ്സിന്റെ ഉടമയായിരുന്നു. അതിഥികൾക്കായി പറഞ്ഞത്, അതിഥികൾ വരും, അവരുടെ വരവിൽ ക്ഷീണിക്കരുത്, വിഷമിക്കരുത്. ഇത് എന്റെ വാക്കുകളാണെങ്കിലും ആശയം ഇത് തന്നെയാണ്. അദ്ദേഹത്തോടും അതിഥി സൽക്കാരത്തിന്റെ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ട അദ്ദേഹത്തിന്റെ അനുയായികളോടും ഈ കൽപ്പനയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ കാലത്തുള്ളവരോടും ശേഷം വരുന്നവരോടും ഈ കൽപ്പനയാണുള്ളത്. ഇത് അവർക്കായി അനുഗ്രഹം കരസ്ഥമാക്കാനുള്ള അവസരം ഒരുക്കുകയാണ്. അതിനാൽ സേവനം ചെയ്യുന്നവർ വസ്യ മക്കാനക്ക എന്ന ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ അതിഥികൾക്കായി തങ്ങളുടെ ഹൃദയത്തെയും വിശാലമാക്കേണ്ടിയിരിക്കുന്നു. ലങ്കർഖാന നിങ്ങളുടെ പ്രവർത്തനത്തിൽ വളരെ സുപ്രധാനമായ ഒന്നാണ്. ഇന്നും ഖലീഫയെ വക്ത് ഉള്ളപ്പോൾ ജനങ്ങൾ വരുന്നത് ഖലീഫയുടെ അടുത്ത് അല്പം നിമിഷം കഴിച്ചുകൂട്ടാൻ വേണ്ടിയാണ്, കുറച്ച് ദിവസം സാമീപ്യം ലഭിക്കാനായാണ്. അതിനാൽ അതിഥികളായ ഈ നാളുകളിൽ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. അതിഥികളെ ഈ നാളുകളിൽ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. ജൽസയിൽ മാത്രമല്ല, പൊതു ദിനങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആതിഥ്യത്തെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. അതിഥികളോട് ഞാൻ സൽക്കരിക്കട്ടെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ഒരു രീതിയിലുമുള്ള ചെലവഴിക്കലിനെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല.
डरना नहीं। സൽക്കരിക്കേണ്ടതാണ്. അവരുടെ സുഖ സൗകര്യങ്ങൾ നോക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് അതിഥി സൽക്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് മദീനയിൽ താമസിക്കുന്ന സഹാബിമാർ പുറമേ നിന്നും വന്ന അതിഥികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുവെന്നും തങ്ങളെക്കാളും കൂടുതൽ അവരുടെ കഴിവിന് അതീതമായി അവർ അതിഥികളെ പരിഗണിച്ചു എന്നും കേൾക്കുമ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ലങ്കർഖാനയുടെ ജോലിക്കാരോട് പിണങ്ങിപ്പോയ അതിഥികളുടെ പിന്നിൽ അവരെ കാണാനായി കുറെ ദൂരം ഓടുകയുണ്ടായി. അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അവരുടെ സാധനങ്ങൾ വണ്ടിയിൽ നിന്നും സ്വയം ഇറക്കുകയുണ്ടായി. അപ്പോൾ ജോലിക്കാർ മുന്നോട്ട് വന്ന് സാധനങ്ങൾ ഏറ്റുവാങ്ങി. ഇതെല്ലാം ചെയ്തത് അതിഥി സൽക്കാരത്തിന്റെ ഉന്നത നിലവാരം ആ മഹാത്മാവ് സ്ഥാപിച്ചു കാണിച്ചതോടൊപ്പം ഇത് തന്റെ അനുയായികൾക്ക് പഠിപ്പിക്കാനും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. കേൾക്കാനും വായിക്കാനും ഇതിൽ ആനന്ദിക്കാനുമുള്ള സംഭവങ്ങളല്ല ഇത്, മറിച്ച് ഇതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ജമാഅത്ത് സ്ഥാപനത്തിന് മുമ്പേ തന്നെ വസി മക്കാനക്ക എന്ന ഇൽഹാം ഇറങ്ങിയിരുന്നു. ജനങ്ങൾ വരുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും ഇത് അവതരിക്കുകയുണ്ടായി. അവസാനം വരെ ഈ ഇൽഹാം ഉണ്ടായിക്കൊണ്ടിരുന്നു. 1907 ഇതുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജമാഅത്ത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെയുള്ള സംഘാടകരെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിഥി സൽക്കാരത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക. ജൽസ വേളകളിൽ ഇവിടെ അതിഥി സൽക്കാരം നടക്കാറുണ്ട്. ഒന്നതാണ് 32,000 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക, അത് വിളമ്പുക. അതിനാൽ ഒരു കറിയാണ് പൊതുവിൽ ഉണ്ടാക്കുക, കൂടെ റൊട്ടിയും ഉണ്ടാകും. എല്ലാവർക്കും ഈ ഭക്ഷണം എത്തുന്നുണ്ടോ എന്ന് നാം നോക്കേണ്ടതാണ്. അവരവരുടെ ആവശ്യമനുസരിച്ച് ഭക്ഷണം എത്തിക്കണം. ആദരവോട് കൂടി ഈ ഭക്ഷണം വിളമ്പേണ്ടതാണ്. അതോടൊപ്പം ഭക്ഷണം പാഴാക്കുകയുമരുത്. പാഴാക്കരുത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ ചൂടുകാലത്ത് ഒരു നേരം ബാക്കിയായ ഭക്ഷണം അടുത്ത നേരം വിളമ്പി ആളുകളെ രോഗിയാക്കുക എന്നതാണെന്നും ധരിക്കരുത്. മറ്റൊന്ന് സാധാരണ ദിനങ്ങളിലുള്ള ആതിഥ്യമാണ്. ഈ പൊതു അതിഥി സൽക്കാര നാളുകളിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഓരോ അതിഥിയുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിറവേറ്റാൻ ശ്രമിച്ചിരുന്നു. അതിനാൽ ബന്ധപ്പെട്ട സംഘാടകർ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതാണ്. ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത് അതിഥികളോടുള്ള കടമ നിറവേറ്റി എന്ന് ധരിക്കരുത്. അതിഥികളോടുള്ള കടമ പൂർത്തിയാവുകയേയില്ല. നമ്മുടെ ജമാഅത്തിലല്ലാത്ത പല അതിഥികളും നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ ആതിഥ്യത്തിൽ അവർ വളരെയധികം പ്രഭാവിതരാകാറുണ്ട്. അതവർ പരാമർശിക്കാറുമുണ്ട്. ജർമ്മനി ജമാഅത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പള്ളി നിർമ്മിക്കുന്നു. മസ്ജിദുകളുടെ ഉദ്ഘാടന പരിപാടികളിൽ മറ്റ് അതിഥികളും വരാറുണ്ട്. അവരെ സൽക്കരിക്കാനുള്ള ഏർപ്പാടുകളും ഉണ്ടാകാറുണ്ട്. ചായയും മറ്റും ഉണ്ടായിരിക്കും. പൊതുവിൽ മെച്ചപ്പെട്ട സംവിധാനമാണ് ഭക്ഷണ കാര്യത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഇരിപ്പിടത്തിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട സംവിധാനം ഒരുക്കാറില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ഇവിടെയുള്ളവർക്ക് ബെഞ്ചുകളിൽ ഇരിക്കാനുള്ള ശീലമാണുള്ളത് എന്നാണ് പറയപ്പെടാറുള്ളത്. അതിനാലാണ് മരത്തിന്റെ ബെഞ്ചുകൾ വെക്കുന്നത്. ഉന്നതരായ വ്യക്തിത്വങ്ങൾ അതിലാണ് ഇരിക്കാറുള്ളത്. അവർക്ക് അതാണ് ശീലമെന്നാണെങ്കിൽ തന്നെയും നമ്മുടെ നിലവാരം ഉയർന്നതായിരിക്കേണ്ടതാണ്. അവർക്ക് അതാണ് ശീലമെങ്കിൽ ഇവിടെ ആ ശീലമല്ലേ പ്രകടിപ്പിക്കേണ്ടത്. ഇവിടെ കസാരകൾ വെച്ചിട്ടുണ്ടല്ലോ, അതിനു പകരം ബെഞ്ച് വെക്കേണ്ടതല്ലേ. തങ്ങൾക്കായി വേറൊരു നിലവാരവും അതിഥികൾക്കായി വേറെയും. എന്നാൽ ഞാൻ പറഞ്ഞതിൽ നിന്നും ഇനി അടുത്ത വർഷം കസേരകൾ മാറ്റി ബെഞ്ച് വെക്കണം എന്ന് എന്റെ വാക്കുകളിൽ നിന്നും വ്യാഖ്യാനിക്കരുത്.
എന്റെ ഉദ്ദേശം മറ്റു സ്ഥലങ്ങളിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുക എന്നതാണ്. ഇവിടെ കസേരകൾ തന്നെ മതി. ഇനി അഫ്സർ ജൽസ സാലാന ഉടനെ തന്റെ ബജറ്റിൽ കുറവ് വരുത്തുകയൊന്നും വേണ്ട. कमी की कोशिश करेंगे. മാന്യമായ രീതിയിൽ शरीफाना तौर पर മാന്യമായ രീതിയിൽ അതിഥികളെ ഇരുത്താനുള്ള സംവിധാനം ഒരുക്കുക. तौर पर मेहमानों को बिठाने का इंतजाम होना चाहिए. बहरहाल ഉന്നത നിലവാരമുള്ള നമ്മുടെ അതിഥി സൽക്കാരം അത് പ്രകടമാവുകയും വേണം. അതിനെക്കുറിച്ചാണ് നമുക്ക് അധ്യാപനം നൽകിയിട്ടുള്ളത്. वो नजर आने चाहिए हमें, जिसकी हमें तालीम दी गई. ചായയെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ये चाय അവിടുത്തെ സ്ഥിതി അനുസരിച്ച് ഈ ലഘുവായ റിഫ്രഷ്മെന്റ് ശരി തന്നെ. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ശബ്ദം മുഴങ്ങുന്നുണ്ട്, അത് ശരിയാക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഉള്ളവർക്ക് എന്താണ് ഇഷ്ടമെന്ന് നോക്കുക. ഭക്ഷണത്തിനാണ് ക്ഷണിച്ചതെങ്കിൽ ജമാഅത്തിന് പുറത്തുള്ള അതിഥികൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രകൃതമനുസരിച്ചാണ് ഭക്ഷണം വിളമ്പേണ്ടത്. എരിവ് കുറഞ്ഞ ഭക്ഷണം വേണം. ഇവർക്ക് ഇഷ്ടപ്പെടുന്നത് നൽകണം. അവരുടെ പ്രകൃതമനുസരിച്ച് ഹലാലും തയ്യിബും ആയ ഭക്ഷണം ഉണ്ടാക്കാം. കുറച്ചു ദിവസം മുമ്പ് യൂണിഫിൽ പള്ളി ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അവിടെ മെമ്പർ ഓഫ് പാർലമെന്റും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഗവർണറും മേയറും വിവിധ ആളുകളും എന്റെ കൂടെ ഇരുന്നിരുന്നു. അവർക്ക് കുറച്ചു പേർക്കായി ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം മറ്റുള്ളതിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതായിരുന്നു. പൊതുവിൽ അവിടെ കുറെ ജർമ്മനികൾ ആളുകൾ വന്നിരുന്നു. 250-300 പേർ വന്നിരുന്നു. നല്ല ആളുകൾ, ആദരണീയരായ വ്യക്തിത്വങ്ങളായിരുന്നു. അവർക്കുള്ള ഭക്ഷണം എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒപ്പിക്കൽ പരിപാടി ചെയ്തിരുന്നു എന്നാണ്. ചിലർ ഭക്ഷണം കഴിച്ചതുപോലുമില്ല എന്ന് തോന്നുന്നു. बाद लोगों ने शायद खाना खाया भी नहीं. ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിൽ ആദരണീയരായ വ്യക്തിത്വങ്ങളെ നമ്മൾ ക്ഷണിക്കുന്നു. ഖലീഫയുടെ സാന്നിധ്യം ഉണ്ട് എന്നറിയുമ്പോൾ ആളുകളും വരുന്നു. അവർക്ക് വേണ്ട രീതിയിൽ സൽക്കരിക്കേണ്ടതാണ്. അതിന്റെ കടമ നിറവേറ്റേണ്ടതാണ്. പ്രാദേശിക ജമാഅത്തിന് ഇത് വഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാജ്യത്തെ കേന്ദ്ര ജമാഅത്ത് ഈ സൽക്കാരം ഏറ്റെടുക്കേണ്ടതാണ്. അവിടെ നടന്നത് വളരെ നല്ല പരിപാടിയായിരുന്നു. കുറെ ആളുകൾ വന്നിരുന്നു. നടത്താനുള്ള നല്ല ഹാളും ലഭിച്ചിരുന്നു. ഇതിന്റെ വിശദീകരണം പിന്നീട് കേൾപ്പിക്കുന്നതാണ്. അവിടെ വന്ന പോരായ്മയിലേക്ക് ഞാൻ ആദ്യം വെളിച്ചം വീശി എന്നേയുള്ളൂ. അല്ലെങ്കിൽ അത് തന്നെ നാം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഓർക്കുക, ഈ ദിനങ്ങളിൽ വരുന്ന അതിഥികൾ, അതായത് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ വരുന്ന അതിഥികൾ, അവരെ നല്ല രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൽക്കരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. സ്ഥിരമായി ആതിഥ്യമരുളുന്ന ടീമിന്റെ കടമയാണിത്. ഏതെല്ലാം സ്ഥലങ്ങളിലാണോ ഞാൻ പോകുന്നത്, പ്രാദേശിക ആളുകൾ ഈ കടമ നിറവേറ്റണം. ഒരുവിധ വിഷമവും പ്രകടിപ്പിക്കാതെ ആതിഥ്യമരുളേണ്ടതാണ്. അതിഥികൾ ഭാരമായി തോന്നരുത്. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ വൈകാരികമായ പ്രയാസം ഏൽപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ്. അല്ലാഹു തആല സദക്ക നൽകി അതെടുത്ത് പറയുന്നവരെ പോലും അനിഷ്ടകരമായാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയെങ്കിലും സഹായിച്ച് അതെടുത്ത് പറയുക എന്നതിനേക്കാളും നല്ലത് നല്ല വാക്ക് പറയുക എന്നതാണ്. മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്. അതിഥി സൽക്കാരം അതിഥിയുടെ അവകാശമാണ്. അതിഥി സൽക്കാരം നടത്തി അതും പറഞ്ഞ് നടക്കുക എന്നുള്ളത് ഏറ്റവും നീചമായ പ്രവൃത്തിയാണ്. ചിലർ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരുണ്ട്. എത്രമാത്രമെന്നാൽ എന്നോടൊപ്പം വന്നിട്ടുള്ളവരോട് പോലും അവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോൾ ഞാൻ സൂചനാരൂപത്തിൽ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. വേണ്ടി വന്നാൽ ഇതും തുറന്ന് പറയേണ്ടി വരുന്നതാണ്. അള്ളാഹു തുറന്നു പറയാനുള്ള അവസരം ഒരുക്കാതിരിക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ടവർക്ക് നേരത്തെ തന്നെ ബോധം വരട്ടെ. ഏതായിരുന്നാലും ബന്ധപ്പെട്ട വ്യക്തി തന്റെ തെറ്റ് മനസ്സിലാക്കി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജോലി ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. തങ്ങളുടെ കടമകൾ അള്ളാഹു നൽകിയ അധ്യാപനമനുസരിച്ച് ചെയ്യുന്നവരായി തീരട്ടെ.
ജൽസയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ എല്ലാവരും തങ്ങളുടെ പരിസരത്തെ ശ്രദ്ധിക്കണം. ഡ്യൂട്ടിയിലുള്ള എല്ലാവരുമായും പൂർണ്ണ സഹകരണം പുലർത്തുക. സെക്യൂരിറ്റി പ്രശ്നം ഇപ്പോൾ എല്ലാ സ്ഥലത്തുമുണ്ട്. അതിനാൽ ജാഗരൂകരായിരിക്കുക. അള്ളാഹു ഈ ജൽസയെ എല്ലാ നിലയ്ക്കും വിജയിപ്പിക്കട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുമാറാകട്ടെ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ദേശ്യം പൂർത്തിയാക്കുന്നവരായി നാം മാറട്ടെ. അദ്ദേഹത്തിന്റെ ജമാഅത്തിനോടുള്ള പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നാം മാറ്റുന്നവരാകട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله